സഫലമി യാത്ര എന്ന പ്രോഗ്രാമായി ഞാൻ എത്തി നിൽക്കുന്നത് അജ്മാൻ എന്ന എമിറേറ്റിലാണ്. എട്ട് പേരുള്ള ഒരു വലിയൊരു കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഒരു ചെറിയൊരു ശമ്പളത്തിനാണ് ജീവിക്കാനുള്ള ഒരു മാർഗത്തിന് വേണ്ടി ഗൾഫിൽ പോയതാ. 8 പേരുണ്ട് ഞങ്ങള്. കാരണം അവരെ നമുക്കിപ്പോഴും അവരെ കഷ്ടപ്പാടിന്റെ ഓരോ നിമിഷവും നമ്മളെ മൈൻഡിലൂടെ ഇങ്ങനെ ഉമ്മായിപ്പായ ഓർക്കുമ്പോൾ അല്ല ഇപ്പോഴും അന്നത്തെ കാലം നോക്കുമ്പോൾ വിഷമം തന്നെയാണ്. നല്ലൊരു ആഗ്രഹം, നല്ലൊരു വീട് എന്നുള്ളത്. അത് നമ്മളെ വീട് ചെറിയ വീടല്ലേ. ഞാൻ ദൈവത്തിന്റെ സ്തുതി, ഞാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും പടച്ചവൻ എനിക്ക് സാധിച്ചു. എല്ലാ കാര്യം ഇവരത്തെ ഭരണാധികാരി കാഴ്ചപ്പാട് തന്നെയാണ് മെയിൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അജ്മാൻ എന്ന് പറയുന്ന എമിറേറ്റ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ഒരു എമിറേറ്റ് ആണ്. വളർന്നുകൊണ്ടിരിക്കുന്ന, വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എമിറേറ്റ് ആണ്. ഇവിടെ ഒരു സനയ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ജോലി എന്ന സ്വപ്നവുമായിട്ടാണ് ഈ രാജ്യത്ത് വരുന്നത്. അവരുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും കൊണ്ട് പിന്നീട് വിജയം കൈവരിക്കുന്നു. അവർ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ വിജയം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ആ വിജയത്തിന്റെ കഥയാണ് സഫലമി യാത്ര. ഇന്ന് ഞങ്ങളുടെ സഫലമി യാത്രയിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്തുള്ള കീശ്ശേരി എന്ന ഒരു പ്രദേശത്ത് നിന്ന്, അതിൻ്റെ കീശ്ശേരിയിലെ മുണ്ടൻ പറമ്പ് എന്ന പ്രദേശത്ത് നിന്നും ഏതാണ്ട് 15 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച മുഹമ്മദ് അഷ്റഫാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹം ഇന്ന് അസ്മ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ബിഗ് ടിക്കറ്റ് ടൂറിസം, ബിഗ് ഡ്രീം ടൂറിസം എന്ന പ്രസ്ഥാനങ്ങളിൽ പാർട്ണർഷിപ്പോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഏതൊരു വ്യക്തിയും ഒരു ജോലി എന്ന സ്വപ്നവുമായിട്ട് വന്നിട്ട് ബിസിനസ് രംഗത്തേക്ക് കടക്കുക, ആ ബിസിനസ്സിൽ കുറച്ചു പേർക്ക് ജോലി കൊടുക്കുക. നമ്മൾ ജീവിക്കാൻ വേണ്ടി ഇവിടെ വരുന്നവരാണ്. മറ്റുള്ളവരെ കൂടി ജീവിപ്പിക്കാനുള്ള ഒരവസരം കൂടി നേടിയെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായും നമുക്ക് മുഹമ്മദ് അഷ്റഫിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ മുഹമ്മദ് അഷ്റഫിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. കീശ്ശേരി മുണ്ടൻ പറമ്പ്. അതെ, മുണ്ടൻ പറമ്പ്. കീശ്ശേരി മുണ്ടൻ പറമ്പ് എന്ന് പറയുന്ന ഒരു ഗ്രാമമാണല്ലേ? ഗ്രാമമാണ്. കൊണ്ടോട്ടിക്കടുത്ത് നിന്ന് നമ്മള് ഏകദേശം ഒരു 8 കിലോമീറ്റർ വരുന്ന സ്ഥലമാണ് ഒരു ഉൾഗ്രാമം. ഇന്നത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നിപ്പോ മുന്നത്താട്ടിലും വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്തൊക്കെ വളരെ റിമോട്ട് ഏരിയ, അവിടെയാണ് ജനിച്ചത്, വളർന്നതും പഠിച്ചതും ഒക്കെ അവിടെയാണ്. പിതാവിന് എന്ത് ജോലിയായിരുന്നു? പിതാവ് സൗദിയിലായിരുന്നു. പേര് ആലിക്കുട്ടി കണ്ടെത്തേറി. സൗദിയിലായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ചെറിയൊരു ജോബിൽ പോയിട്ട് അവിടെ വർക്ക് ചെയ്ത്, നമ്മളൊക്കെ പ്രായത്തിൽ ഉപ്പ ഗൾഫിലായിരുന്നുണ്ടായിരുന്നു. എത്ര മക്കളായിരുന്നു? ഞങ്ങൾ മൊത്തം 8 പേരുണ്ട്. 8 പേരിൽ എത്രാമത്തെ മകനായിരുന്നു അഷ്റഫ് ഭായി? ഞാൻ നാലാമത്തെ. 8 പേരുള്ള ഒരു വലിയൊരു കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഒരു ചെറിയൊരു ശമ്പളത്തിനാണ് പോകുന്നത് അല്ലേ? അപ്പൊ ശരിക്കും ഒരു പ്രവാസി കുടുംബമാണ്. ഇപ്പൊ എത്ര വർഷം സൗദിയിലുണ്ട്? ഇപ്പൊ ഏകദേശം ഒരു 15 വർഷത്തിന്റെ ഒക്കെ മേലെ, ഏകദേശം 20 വർഷത്തിന്റെ അടുത്ത് ഉണ്ടായിരുന്നു. സൗദിയിൽ റിയാദ് എന്ന സ്ഥലത്ത്. ഉപ്പായിലൂടെ പ്രവാസ ജീവിതത്തെ നോക്കി കണ്ടു കുട്ടിക്കാലം മുതൽ അല്ലേ? കുട്ടിക്കാലം കണ്ടു. അന്നൊക്കെ നമ്മൾ കുട്ടിക്കാലം വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഒരു ജീവിതത്തിലൂടെയാണ് കടന്നു വന്നത്. പിന്നെ ഉപ്പ ഗൾഫിൽ പോയി പറഞ്ഞാൽ ഗൾഫിന്റെ ഒരു ജീവിക്കാനുള്ള ഒരു മാർഗത്തിന് വേണ്ടി ഗൾഫിൽ പോയതാ. അന്ന് കിട്ടുന്ന ചെറിയൊരു വരുമാനം വലിയൊരു കുടുംബത്തെ അതിന് ആ ഉദ്ദേശത്തിൽ പോയതാ. ശരിക്കും ഉമ്മ ഒരു മേജർ റോള് തന്നെ കൈകാര്യം ചെയ്തു എന്നുള്ളത്. ഉമ്മ മേജർ റോള് മാത്രല്ല, ഉപ്പാന്റെ ഈ ഒരു വരുമാനത്തിന് നമുക്ക് അന്ന് ജീവിക്കാം. കാരണം ഇത്രയും കുട്ടികളില്ല. 8 പേരുണ്ട് ഞങ്ങള്. അപ്പൊ 8 പേരില് ആ ഉപ്പാന്റെ ഇതിൽ പിന്നെ കല്യാണപ്രായം ചെന്ന പെങ്ങന്മാര്, ഇവർക്ക് തന്നെ ഉപ്പാന്റെ ശമ്പളത്തിൽ എന്തില്ല,
കാര്യങ്ങൾ നടക്കണില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഫൈനാൻസ് മാനേജ് ചെയ്യണത് എങ്ങനെയാണെന്ന് പഠിക്കുന്ന ഉമ്മയിൽ നിന്ന്. ഉമ്മ തന്നെ ഉമ്മ കുറെ കഷ്ടപ്പെട്ടിന്, ഉപ്പിങ് കഷ്ടപ്പെട്ടിന്, അതെല്ലാം ഉപ്പാടെ കിട്ടുന്ന ഒരു ചെറിയ വരുമാനം കൊണ്ട് വലിയൊരു കുടുംബത്തെ എങ്ങനെ പോറ്റാമെന്ന് ഉമ്മ പഠിപ്പിച്ചു. അവിടെയാണ് അപ്പൊ എങ്ങനെ അഷ്റഫ് ഭായി അവിടെ വിദ്യാഭ്യാസം ഏത് സ്കൂളിലായിരുന്നു? ഞാൻ അവിടെ 1 മുതൽ 7 വരെ പഠിച്ചത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് ചുള്ളിക്കോട്. അന്ന് ഹയർ സെക്കൻഡറി അല്ല, അന്ന് ഹൈസ്കൂളേ ഉള്ളൂ. LP UP അവിടെ പഠിച്ച്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹൈസ്കൂള് പഠിക്കുന്നത് കുഴിമണ്ണയാണ്, കുഴിമണ്ണ ഹയർ സെക്കൻഡറി സ്കൂള്. പക്ഷെ നമുക്ക് മനസ്സിൽ ഗൾഫിലേക്ക് പോകണം, ഇനി ഒരു വലിയൊരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഗൾഫിലേക്ക് പോകണം എന്നുള്ളത് എനിക്കെന്ന് വെച്ചാല് നമ്മള് വീട്ടില് വിവാഹപ്രായം ചെന്ന കുട്ടികള്, അത് നമുക്ക് ഭയങ്കര ടെൻഷനാണല്ലോ. നമ്മളെ അപ്പുറത്ത് തൊട്ടടുത്ത വീട്ടിലെ കുട്ടികൾ, നമ്മളെ സുഹൃത്തുക്കളെ അവരുടെ പെങ്ങന്മാരെല്ലാം കല്യാണം കഴിച്ചു പോകുന്നു. നമ്മളെ പെങ്ങന്മാർ മാത്രം ഈ ഒരു സാമ്പത്തിക പ്രശ്നത്തിൽ വീട്ടിൽ നിൽക്കുകയാണല്ലോ. വേറെ പ്രശ്നം ഉണ്ടായിട്ടല്ല, വേറെ എന്തോ ഒരു വൈകല്യം അങ്ങനത്തെ ഒന്നുമല്ല. അന്നൊക്കെ സാമ്പത്തിക പ്രശ്നത്തിൽ കാരണത്താൽ മാത്രം വീട്ടിൽ നിൽക്കുകയാണ്. അപ്പം അന്നേരം ആഗ്രഹമാണ് നമ്മൾ സമ്പാദിക്കണം എന്നുള്ള. അങ്ങനെയാണ് 2010 ജനുവരി 20 തീയതി എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വിസിറ്റ് ചെയ്ത എൻ്റെ അടുത്തൊരു സുഹൃത്ത് ഇസ്ഹാക്ക് എന്ന് പറയും, കാരണം അവരെ ഓർക്കാക്കാൻ പറ്റൂല. ആ ഒരു സമയത്ത് നമ്മളൊരു കഷ്ടപ്പാടിൽ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടത് അയാളാണ്. ഇസ്ഹാക്കാണ് ആദ്യമായിട്ട് ഈ രാജ്യത്തേക്ക് വിസിറ്റ് വിസയിൽ കൊണ്ടുവരുന്നു. ഇവിടെ വരിക, ജോലി അന്വേഷിക്കുക, ജോലി അയാളെ തന്നെ ആക്കി തന്നു. അയാളൊരു ഫ്രണ്ടായിരുന്നു എൻ്റെ സ്പോൺസർ. അപ്പൊ അയാളെ കെയർ ഓഫിൽ ടൂറിസത്തിൽ ഇസാഖിനാണ് ജോലിയാക്കി തന്നത്. ഒരു കമ്പനിയിൽ 12 വർഷം ജോലി ചെയ്തു. 12 വർഷം അക്കൗണ്ട്സ് ആയിരുന്നു, അക്കൗണ്ട്സ് തന്നെ മെയിൻ താൽക്കാലികമായിട്ട് അസിസ്റ്റന്റ് അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തു. വർക്ക് കംപ്ലീറ്റ് അറിയാം. ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്നത്. ആ ഒരു ധൈര്യത്തിലാണ് വന്നത്. എത്രത്തോളമാണ് താങ്കളുടെ ജീവിതത്തിൽ ഉപ്പായും ഉമ്മായും സ്വാധീനിച്ചിട്ടുള്ളത്? ഉപ്പായും ഉമ്മായും സ്വാധീനിച്ചത് നമ്മൾ മനസ്സിൽ നല്ലോണം സ്വാധീനിച്ചാണ്. കാരണം അവരെ നമുക്കിപ്പോഴും അവരെ കഷ്ടപ്പാടിൻ്റെ ഓരോ നിമിഷവും ഇപ്പം നമ്മളെ മൈൻഡിലൂടെ ഇങ്ങനെ നമുക്ക് റോൾ ചെയ്ത് ഓരോ നിമിഷം അത് നമ്മളെ ഏജിൽ അന്നത്തെ ചെറിയ 3-4 വയസ്സ് മുതലുള്ള എല്ലാ കാര്യങ്ങളും. അന്നൊക്കെ ഭക്ഷണമാണ് മെയിൻ. നമ്മളാ പഠിപ്പിക്കുക എന്നുള്ളതിൽ ഉപരി എന്താണ്, ഒരു നേരത്തെ ഭക്ഷണമാണ് മെയിൻ. പട്ടിണി ഇല്ലാതെ ജീവിക്കാന്നാണ് അന്ന് ഉമ്മാന്റെ ലക്ഷ്യം, ഉമ്മാന്റെ ലക്ഷ്യം. വേദന അറിഞ്ഞു തന്നെയാണ് അതെ അതെ, കഷ്ടപ്പാട് അത്രയും കഷ്ടപ്പാട് എത്തിയിട്ടാണ്. ഇന്ന് അൽഹംദുലില്ലാഹ് ഇങ്ങനെ ഒരു ഹോട്ട് സീറ്റിൽ ഇരിക്കുമ്പോ ഉമ്മായും ഉപ്പായെയും കുറിച്ച് ഓർക്കുമ്പോ ഉമ്മായും ഉപ്പായും ഓർക്കുമ്പോ നല്ല ഇപ്പോഴും അന്നത്തെ കാലം ഓർക്കുമ്പോ വിഷമം തന്നെയാണ്. ഈ ഒരു നിമിഷത്തിൽ എന്താ അൽഹംദുലില്ലാഹ് അവർക്ക് വേണ്ടതെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും. എന്താണ് അവർ ആഗ്രഹിച്ചത് നമുക്കിപ്പോ ചെയ്തു കൊടുക്കാൻ പറ്റും. എല്ലാവരും വരുന്നു പോകണേ നല്ലൊരു ബന്ധത്തിൽ ഉഷാറായിട്ട് പോകണുള്ളത്. എവിടെ നിന്നാണ് വിവാഹം കഴിച്ചത്? കാസർഗോഡ്. മലപ്പുറം ടു കാസർഗോഡ്. എന്തായിരുന്നു അങ്ങനത്തെ ഒരു യാത്ര? അത് വൈഫ് ഒന്ന് ഇവിടെ വർക്ക് ചെയ്യായിരുന്നു, നേരിട്ട് പരിചയപ്പെട്ടു. അവിടെ വൈഫിന്റെ ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് അങ്ങനെ നക്കീല് ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ നക്കീല് ജോലി ചെയ്തിരിക്കും. എത്ര കുട്ടികളാണ്? കുട്ടികൾ 3 പേര്. മൂത്ത ആളിന് 12 വയസ്സായി. പേര് മുഹമ്മദ് അയാൻ. രണ്ടാമത്തെ മുഹമ്മദ് അയാന് 10 വയസ്സായി. മൂന്നാമത്തെ പെൺകുട്ടിയാണ് 4 വയസ്സായി, ഹൈറിൻ ഫാത്തിമ. ഒരു സന്തോഷമായ ഒരു കുടുംബ ജീവിതവും അഷ്റഫ് ഭായിയുടെ ജീവിതത്തെ ഒരുപാട് മാറ്റിമറിച്ചു എന്നുള്ളത്. ഞാൻ ദൈവത്തിന്റെ സ്തുതി, ഞാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും പടച്ചവൻ എനിക്ക് സാധിച്ചു. എല്ലാ കാര്യങ്ങളും ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതലായി നമുക്ക് ഒരു 12 വർഷത്തെ ഒരു ജോലി, അതായത് 2010 വന്നു 2022 വരെ ആ ജോലി താങ്കളെ എത്രത്തോളം മുന്നോട്ട് പോകാനുള്ള അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാനുള്ള ഒരു ധൈര്യം നമുക്ക് നൽകി? ഇവിടെ UAE സംബന്ധിച്ച് നമ്മളൊരു ബിസിനസ് ക്യാഷ് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് UAE എന്ന് പറയുന്നത്. അത് ഏത് മേഖല, എൻ്റെ മേഖല ട്രാവൽസ് ആണ്. ഇനി ഏത് മേഖല ആണെങ്കിലും അത് മെയിൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഏത് കാറ്റഗറി പെട്ട ലേബേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 5,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് ഒരു 10 ആവാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയാണ് അസ്മ ട്രാവൽ ആൻഡ് ടൂറിസത്തിന്റെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയതാണ്. നമ്മൾ ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം എയർ ടിക്കറ്റ്, വിസ, വിസിറ്റ് വിസ, പിന്നെ ടൂറിസം പാക്കേജ് ആണ് നമ്മൾ മുതൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. മെയിൻലി ഇപ്പൊ ഇവിടെ ചെയ്യുന്നത് ഇത് B2B ആണ്, ബിസിനസ് ടു ബിസിനസ് കാറ്റഗറിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ മെയിൻ വിസകളാണ്, വിസ ടിക്കറ്റിംഗ് ആൻഡ് വിസകൾ. പിന്നെ നമ്മൾ മറ്റ് 2 ബ്രാഞ്ചുകളും ചെയ്യുന്നത് പാക്കേജുകൾ, ടൂർ പാക്കേജുകൾ, UAE പാക്കേജ്, ഔട്ട്സൈഡ് പാക്കേജുകൾ. ഷാർജയിൽ നിന്ന് അജ്മാനിലേക്ക് വരാനുണ്ടായ അജ്മാൻ തിരഞ്ഞെടുക്കാൻ ഇത് അന്ന് ഞാൻ അറിയണ ഞാൻ പറഞ്ഞില്ല, ഇതിന് മുന്നത്തെ ഓണറെ ഞങ്ങൾ പരിചയമുള്ള ആളാണ്. അപ്പോൾ അവര് നാട്ടിൽ പോവുകയാണ്, അവരെ ഹെൽത്ത് പരമായിട്ട് ഇഷ്യൂ, അവർ നാട്ടിൽ പോയപ്പോൾ എന്നോട് ഇങ്ങനെ എൻക്വയറി ചെയ്തതാണ്.
സ്ഥാപനമാണെങ്കിൽ അഷ്റഫ് നടത്തിക്കോ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിൽ കരുതി, കാരണം നമുക്ക് തീർച്ചയായും നമ്മുടെ ഫീൽഡാണ്, അതെ 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 കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ കഴിയും, നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതെ അതെ 2022 സ്റ്റാർട്ട് ചെയ്യുന്നു. ചെയ്തത്. അൽഹംദുലില്ലാ, നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ നന്നായിട്ടൊരു ബിസിനസ് നമുക്ക് കിട്ടി എന്നുള്ളതാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടുത്തെ എംപ്ലോയീസ് ആയിക്കോട്ടെ വളരെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നു. ചോദിച്ചറിയാം ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ നമ്മളെല്ലാവരും ഫ്രണ്ട്ലിയായിട്ട് തന്നെ എല്ലാവരും ആ രീതിയിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നു. അവരെ പ്രത്യേക സ്റ്റാഫ് എന്ന് അല്ലെങ്കിൽ നമ്മളൊരു ഓണേഴ്സ് നമ്മളിൽ ഒരാളായിട്ട് നമ്മളൊരാള് അവരുടെ പ്രശ്നങ്ങൾ നമ്മളും കണ്ട് നമ്മളോട് പറ്റണ അവർക്ക് നമ്മൾ സപ്പോർട്ട് കാര്യങ്ങൾ അവർ നമുക്ക്, കാരണം നമ്മൾ അനുഭവിച്ച വേദനകൾ ഒരുപാടുണ്ട്. അതിൽപ്പെട്ട ഒരാളായിരിക്കുമല്ലോ ഇപ്പൊ നമ്മളെ എംപ്ലോയ് അത് നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായും 25 പേരിൽ ഇപ്പൊ എന്നെ പോലെ 90% ആൾക്കാർ ചിലപ്പോൾ എന്നെ പോലെ ആൾക്കാരായിരിക്കും അവരുടെ ഹിസ്റ്ററി. ഈ രാജ്യവും ഇവിടുത്തെ ഭരണാധികാരികളും ഇവിടുത്തെ സ്വദേശികളും താങ്കളുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്? ഇവരത്തെ ഭരണാധി അവർ കാഴ്ചപ്പാട് തന്നെയാണ് മെയിൻ. ഇവിടുത്തെ ദീർഘവീക്ഷണം അതിന് ഇവിടുത്തെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. എഗെയിൻസ്റ്റ് ആയിട്ടൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അവര് വികസനത്തിന് വേണ്ടി അവരെ കാഴ്ചപ്പാടിന് ജനങ്ങൾ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു. ജനങ്ങൾക്കും അതിന് ഒരു ഇത് കിട്ടുന്നു, സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണല്ലോ ജനങ്ങൾ തീർച്ചയായും 200-ൽ പരം രാജ്യങ്ങളിലുള്ള അവർ ഒരുമിച്ച് ഒത്തൊരുമയോടുകൂടി ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. അതെ, നമ്മളൊരാള് അന്യ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്കൊരു ധൈര്യം കിട്ടുന്നത് ഇവിടുത്തെ ഭരണാധികാരികൾ കഴിവ് ഇതുകൊണ്ട് തന്നെയാണ്. ആ ഒരു നമ്മളെ ഹൃദയത്തിലുള്ള ആ ഒരു ഇത് വിസ ചേഞ്ച് ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പോയിട്ട് ബസ് ഉണ്ട്, ഫ്ലൈറ്റ് ഉണ്ട്, അങ്ങനെ ചെയ്തു എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ ഉംറ സർവീസുകളുണ്ട്. ഉംറ ഫ്ലൈറ്റിൽ പോകുന്നവർക്കെല്ലാം ബസ് ഉണ്ട്. നമ്മളെ മലയാളി ഗ്രൂപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇന്ത്യൻസ് അതെ മലയാളം സംസാരിക്കുന്ന അമീറായിട്ട് പോകുന്നുണ്ട്. എല്ലാ രാജ്യങ്ങളിലുള്ളവർക്കും എല്ലാവർക്കും മിക്സ് ആയിട്ട് പോകണം. ശരിക്കും ഈ ജനുവരി 20 ആകുമ്പോൾ 16 വർഷം പൂർത്തിയാവുകയാണ്. 2010 വന്നു. 2010 ജനുവരി 20 ഞാൻ വന്നത്. അപ്പോൾ ഈ 2026 ജനുവരി 20 16 വർഷം കഴിഞ്ഞു പോയ 16 വർഷത്തെ പ്രവാസ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അഷ്റഫ് ഭായിക്ക് എന്ത് തോന്നുന്നു മനസ്സിൽ? എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ സന്തോഷവാനാണ്. അൽഹംദുലില്ലാ, വളരെ റാഹത്താണ്. സ്വപ്നങ്ങൾ കാണാറുണ്ട്? സ്വപ്നങ്ങൾ കാണാറുണ്ട്. അതുണ്ട്. ഇനിയുള്ള സ്വപ്നം എന്താണ്? ഇനിയുള്ള സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോ തന്നെയാണ് നമ്മളെ ബിസിനസ് ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെടുത്തണം തന്നെയാണ്. മറ്റു എമിറേറ്റുകളിലെല്ലാം എമിറേറ്റ്സിലും ഉള്ളതന്നെ ഒന്നും കൂടി ഒന്ന് മുന്നോട്ട് മോഡേൺ സിസ്റ്റത്തേക്ക് മാറ്റണം. അതാണ് ഇനിയുള്ള ആഗ്രഹം. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷം തിരക്കേറിയ ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സമയം അനുവദിച്ചു തന്നതിൽ താങ്ക് യു വെരി മച്ച്. ഈ എപ്പിസോഡോട് അവസാനിക്കുകയാണ്. മുഹമ്മദ് അഷ്റഫുമായിട്ടുള്ള അഭിമുഖം എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. കാരണം ഒരുപാട് അനുഭവങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. ഒരു മറയില്ലാതെ എല്ലാം മനസ്സുകൊണ്ടല്ല തുറന്നു പറയുകയായിരുന്നു. വേദനയിൽ നിന്നും വിശപ്പിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും മുന്നോട്ട് പോകുമ്പോഴും ജീവിതത്തിൻ്റെ ലക്ഷ്യം കൈവിടാതെ മുന്നോട്ടെത്തിയ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് പിന്തുണയായിട്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബം എല്ലാം കൂടി പിന്തുണ നൽകിയപ്പോൾ തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്ന വഴി അത് പരിശുദ്ധമാണെങ്കിൽ, അത് നല്ല മാർഗത്തിലൂടെ ആണെങ്കിൽ അതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ പടച്ച തമ്പുരാൻ സഹായിക്കൂ എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ശ്രീ അഷ്റഫിൻ്റെ ജീവിതം. തീർച്ചയായും നമുക്ക് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ ഇനി മുന്നോട്ടുള്ള യാത്രയ്ക്ക് പടച്ച തമ്പുരാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ. അതോടൊപ്പം അദ്ദേഹത്തിന് ശരീരസുഖവും മനസ്സുഖവും ദീർഘായുസ്സും നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡിൽ നിന്ന് തൽക്കാലം ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം.